ഉദയനിധി സ്റ്റാലിന് തിരിച്ചടിയായി ഹൈക്കോടതി വിധി വന്നല്ലോ. ഉദയനിധി സ്റ്റാലിൻ എന്നല്ല പറയേണ്ടത്, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ അങ്ങനെ പറയണം. അത് ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ നടത്തിയ പരാമർശം ഓർക്കുന്നില്ലേ? 2023 ആണ് ഉദയനിധി സ്റ്റാലിൻ അവിടുത്തെ പുരോഗമന എഴുത്തുകാരുടെ സംഘത്തിൽ വന്നിട്ട് കോളറയും കോവിഡും പോലെ കൊറോണയും പോലെ ഉന്മൂലനം ചെയ്യേണ്ട ഒന്നാണ് ഹിന്ദു മതം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പ്രസംഗിച്ചു. അത് വലിയ വിവാദമായി, ദേശീയ തലത്തിൽ വലിയ വിവാദമായി. DMK എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയുടെ നേതാവ്, മുഖ്യമന്ത്രിയുടെ മകൻ, ഉപമുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം രാജ്യവ്യാപകമായി BJP തെരഞ്ഞെടുപ്പ് കാമ്പയിൻ ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ അത് വലിയ പുരോഗമനമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു, ഞാൻ ആ പ്രസ്താവന ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ ചെന്നൈയിലെ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ വിധി വന്നിരിക്കുന്നു. ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ച് ഒരുപക്ഷെ സ്റ്റാലിൻ പോലും സത്യത്തിൽ രാജിവെക്കണം ഈ ഹൈക്കോടതി വിധിയുടെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് S. ശ്രീദേവിയുടെ ഉത്തരവ് അതിനിശിതമായി തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം കളിക്കുന്ന DMK, സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ എന്നിവരുടെ നിലപാടുകളെ വിമർശിക്കുക എന്ന് മാത്രമല്ല, കഴിഞ്ഞ 100 വർഷക്കാലമായി ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന പാർട്ടി എടുക്കുന്നത് ഹിന്ദു വിരുദ്ധ നിലപാടാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗത്തിൻ്റെ പൊരുൾ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് സനാതന ഒഴിപ്പ് എന്ന് പറഞ്ഞാൽ സനാതന മതത്തെ ഉന്മൂലനം ചെയ്യുകയാണ്. അത് ജനോസൈഡ് എന്ന വാക്ക് തന്നെയാണ് അതിൻ്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ ഉദയനിധി സ്റ്റാലിൻ ഒരു മന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നൊരു പോസ്റ്റ് ഭരണഘടനയിൽ ഇല്ല. അതുകൊണ്ട് ഉപമുഖ്യമന്ത്രിയും വെറൊരു മന്ത്രി തന്നെയാണ്. ഒരു അലങ്കാരത്തിന് പറയുന്നതാണ് ഉപമുഖ്യമന്ത്രി എന്നുള്ളത്. അപ്പോൾ ഭരണഘടനാ പദവിയായ മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു സമുദായത്തെ, ഒരു മതത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ സനാതന ധർമ്മം ഫോളോ ചെയ്യുന്നവരാണ്. അവരെ ഉന്മൂലനം ചെയ്യണം, ഇറാഡിക്കേറ്റ് ചെയ്യണം. സനാതന ഒഴിപ്പ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യണം എന്ന് തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നു. നോക്കൂ, അതിൽ DMK എന്നുള്ള പാർട്ടിയുടെ കഴിഞ്ഞ 100 വർഷക്കാലത്തെ നിലപാട് പറഞ്ഞിരിക്കുന്നു. ഹിന്ദു വിരുദ്ധമാണ്, ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് DMK എന്ന് രാജ്യത്തെ ഭരണഘടനാ കോടതിയായ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. നോക്കൂ, തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 100 ദിവസമുള്ള സമയം അല്ലേ? തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തമിഴ്നാട്. ആ തമിഴ്നാട് തെരഞ്ഞെടുപ്പിലേക്ക് തോന്നുന്നതിന് തൊട്ടു മുമ്പ് സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠം പറഞ്ഞിരിക്കുന്നു DMK എന്ന പാർട്ടി ഹിന്ദുക്കൾക്കെതിരാണ്, ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ്. കഴിഞ്ഞ 100 വർഷമായി ഇതിൻ്റെ ചരിത്രം ഇതാണ്. ആ പാർട്ടിയുടെ മന്ത്രിയാണ്, ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടില്ല, ആ പാർട്ടിയുടെ മന്ത്രിയാണ് ആര്? ഉദയനിധി സ്റ്റാലിൻ. മാത്രമല്ല, ഉദയനിധി സ്റ്റാലിൻ്റെ അച്ഛൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമാണ്, DMKയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പം നിങ്ങളുടെ മൊത്തത്തിലുള്ള സ്വഭാവം ഹിന്ദു വിരുദ്ധതയാണ്. ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ആശയമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചിട്ട് ചെന്നൈ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, മറ്റൊന്ന് കോടതി പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സനാതനധർമ്മത്തിലെ അസമത്വങ്ങളോ അനാചാരങ്ങളോ ഉന്മൂലനം ചെയ്യാമെന്ന് പറയാം. അത് ആർക്കും പറയാം. ഇപ്പോൾ ഹിന്ദു മതത്തിലെയോ ക്രിസ്തു മതത്തിലെയോ ഇസ്ലാം മതത്തിലെയോ അനാചാരങ്ങളെ മാറ്റണം എന്ന് പറയുന്നത് മതത്തിനെതിരല്ല. പക്ഷേ ഇസ്ലാം മതത്തിൽ അനാചാരമുണ്ട്, ക്രിസ്തു മതത്തിൽ അനാചാരമുണ്ട്, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ അനാചാരങ്ങളുണ്ട്. അതുകൊണ്ട് ആ മതത്തെ ആകെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞാൽ മതം ഉള്ളത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുള്ളതുകൊണ്ടാണ്. അപ്പോൾ മതത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ മതത്തിൽപ്പെട്ട ആളുകളെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നത് തുല്യമാണ്. തമിഴ്നാടെന്ന് പറഞ്ഞാൽ നോക്കുക, എനിക്കൊന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴിന് സ്വന്തമായൊരു ദൈവമുണ്ട്, തമിഴ് കടവുൾ മുരുകനാണ് അല്ലേ? തമിഴ്നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ദൈവവിശ്വാസികളാണ്. അപ്പോൾ ഹിന്ദുക്കളും കൂടിയാണ്. അവിടെ DMK എന്ന് പറഞ്ഞ പാർട്ടിയിൽ അവർ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയൊന്നും നോക്കിയിട്ടല്ല പാവപ്പെട്ട തമിഴൻ DMK പ്രവർത്തിക്കുന്നത്. ഹിന്ദുക്കളെ കൊല്ലാനുള്ള പാർട്ടിയാണെന്ന് തമിഴ്നാട്ടിലെ DMKക്ക് കുത്തുന്ന പാവപ്പെട്ട തമിഴ് കർഷകന്, തമിഴ് തൊഴിലാളിക്ക്, പാവപ്പെട്ട തമിഴിന് അറിയില്ല ഈ പാർട്ടിയുടെ ലക്ഷ്യം ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുകയാണെന്ന് കരുതിയിട്ടല്ല അവർ പ്രവർത്തിക്കുന്നത്. അവർ കരുണാനിധി പോലുള്ള ആളുകൾ പിൻപറ്റി വന്നിരിക്കുന്ന ഒരു പാരമ്പര്യത്തെ അവർ ഏറ്റുപിടിക്കുന്നു. പക്ഷേ ആ പാരമ്പര്യത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് പെരിയോർ EV രാമസ്വാമി നായ്ക്കരൊക്കെ മുന്നോട്ട് വെച്ച ഈ പറയുന്ന
ഹിന്ദു വിരുദ്ധതയാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാത്ത തമിഴന്മാരുണ്ട്. അവരുടെ മുൻപാകെയാണ് ഒരു പുതിയ ചർച്ചയ്ക്ക് ഹൈക്കോടതി അവസരം കൊടുത്തിരിക്കുന്നത്. DMK കഴിഞ്ഞ 100 വർഷമായി ഹിന്ദു വിരുദ്ധത പിന്തുടരുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. കോടതി വളരെ വിചിത്രമായൊരു കാര്യം പറഞ്ഞു. കാരണം ഈ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിച്ചതിന് ശേഷം BJPയുടെ മീഡിയ സെല്ലിൻ്റെ ചുമതലയുള്ള അമിത് മാളവിയ, IT സെല്ലിൻ്റെ ചുമതലയുള്ള അമിത് മാളവിയ എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തു. ഇത് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യണമെന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതിൻ്റെ പൊരുളെന്നും പറഞ്ഞ് എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തു. ഉടനെ ട്രിച്ചി പോലീസ് ഉണ്ടല്ലോ, അതിനെതിരെ കേസെടുത്തു. സ്റ്റാലിൻ്റെ പരാമർശത്തെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു, സ്റ്റാലിൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ദുർവ്യാഖ്യാനം ഉദയനിധി സ്റ്റാലിൻ പരാമർശത്തെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞാണ് ട്രിച്ചി പോലീസ് കേസെടുത്തത്. കോടതി അതേക്കുറിച്ച് പറഞ്ഞു, ഈ രാജ്യത്ത് ഇത് ഹേറ്റ് സ്പീച്ച് ആണെന്ന് പറഞ്ഞു. ഉദയനിധി സ്റ്റാലിൻ നടത്തിയിരിക്കുന്നത് ഹേറ്റ് സ്പീച്ചാണ്. ഹേറ്റ് സ്പീച്ചായിട്ട് അതിനെതിരെ പോലീസ് നടപടിയെടുത്തില്ല. ആ ഹേറ്റ് സ്പീച്ചിനെ വിമർശിച്ച ആൾക്കെതിരെ കേസെടുത്തിരിക്കും. ഇതെന്തൊരു വെള്ളരിക്കപ്പെട്ടണമെന്നായി കോടതി ചോദിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉദയനിധി സ്റ്റാലിനെതിരെ കേസുണ്ട്. പക്ഷേ തമിഴ്നാട് പോലീസ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് വിട്ടു. എന്നിട്ടോ അതിനെ വിമർശിച്ച ആളെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. ഈ FIR ഞാൻ റദ്ദാക്കുന്നുവെന്ന് ജസ്റ്റിസ് ശ്രീദേവി പറഞ്ഞു. അപ്പോൾ ഒരു വലിയ ഗുരുതരമായ ഒരു പ്രത്യാഘാതം ഇതിനകത്തുണ്ട്. കാരണം ഒന്ന്, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ എല്ലാവരോടും സമഭാവനയോടെ പ്രവർത്തിക്കണം, ആരോടും വിവേചനം കാണിക്കരുത് എന്ന് സത്യപ്രതിജ്ഞയുണ്ട്. ആ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയിരിക്കുന്നത്. മന്ത്രിസ്ഥാനം പോകണം. കാരണം ഹൈക്കോടതിയുടെ പരാമർശം അത്രത്തോളം നിശിതമാണ്, രൂക്ഷമാണ്, ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാവരെയും തുല്യരായി കണ്ട് എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഒരുത്തൻ ഒരു മതത്തെ അപ്പാടെ ഉന്മൂലനം ചെയ്യണമെന്ന് തന്നെയാണ് പ്രസംഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ അമിത് മാളവയല്ല, BJP അല്ല, ഞാനോ പ്രിയനോ അല്ല, ആ സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠമാണ്, ഹൈക്കോടതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസ് പ്രത്യാഘാതങ്ങൾ നമ്മൾ കരുതുന്നതിലും വലുതാണ്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ഒരുത്തൻ സംസ്ഥാനത്ത് മന്ത്രിയായി ഇരിക്കുന്നത് ഭൂഷണമാണോ എന്ന ചോദ്യമാണ് ഇനി ഉയരാൻ പോകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPക്ക് ADMKക്ക് ഒരു വലിയ ആയുധം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആയുധം അത് പൊളിറ്റിക്കൽ കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇതിനകത്ത് ധാർമ്മികതര പ്രശ്നമുണ്ട്. ഒരു വിഭാഗത്തിന് ഈ രാജ്യത്തെ തമിഴ്നാട്ടിലെയും ഭൂരിപക്ഷ ജനത ഇപ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ്, അവരെ മുഴുവൻ കൊല്ലണമെന്നാണ് അവരുടെ ഉപമുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നാളെ അവിടുത്തെ ഹിന്ദുക്കൾ തങ്ങളെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു എന്ന് ഹൈക്കോടതി വരെ കണ്ടെത്തിയ ഒരാൾക്ക് അയാളുടെ പാർട്ടിക്ക് എന്ത് നോട്ട് ചെയ്യണം? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം DMK പറയാതെ തരമില്ല. DMK ഇപ്പോൾ സുപ്രീം കോടതി പോകുമായിരിക്കും, അല്ല ഡിവിഷൻ ബെഞ്ച് പോകുമായിരിക്കും, ഇത് എക്സ്പെൻഡ് ചെയ്തിട്ട് ഈ പരാമർശങ്ങൾ മാറ്റിക്കിട്ടാൻ. പക്ഷേ നോക്കൂ, DMK എടുക്കുന്ന നിലപാടെന്താ? തിരുപ്പറംകുന്നം ക്ഷേത്രം, നൂറ്റാണ്ടുകളായിട്ട് പഴക്കമുള്ള മുരുകക്ഷേത്രം മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ അവിടെ കാർത്തിക ദീപം കൊടുത്താൽ സമ്മതിക്കുന്നില്ല. അവിടുത്തെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു ദീപം കൊളുത്താൻ പറഞ്ഞു. കോടതി ഉത്തരവിട്ടിട്ടും കളക്ടർ അത് പാലിച്ചില്ല. അവസാനം കേന്ദ്രസേനയെ വിളിച്ച് ദീപം കൊളുത്തിയപ്പോൾ ഇതിനെ ചാലഞ്ച് ചെയ്തിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു ആ ദീപസ്തൂണ് ഹിന്ദുക്കളുടെ തന്നെയാണ്, അവിടെ ദീപം കൊളുത്താൻ ഹിന്ദുക്കൾക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിൽ ആദ്യ ദിവസത്തിൻ്റെ എണീറ്റ് മെൻഷൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് സുപ്രീം കോടതി കണ്ടം വഴി ഓടിച്ച് എന്നാലും കേസ് അവിടെ കിടപ്പുണ്ട്. നോക്കൂ, തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾക്കെതിരെ സ്റ്റാലിൻ സർക്കാർ തുടർന്ന് വരുന്ന രണ്ടാമത്തെ സംഭവമായിരുന്നത്. മൂന്നാമത്തെ സംഭവം നമ്മളിപ്പോൾ കണ്ടു, പ്രിയൻ ഇന്നലെ വീഡിയോ ചെയ്തു അല്ലേ, നമ്മുടെ മാഘമഹോത്സവത്തിൻ്റെ ഭാഗമായി രഥയാത്ര, നിളാനദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ച രഥയാത്ര വരുമ്പോൾ ഈ രഥയാത്ര പോകണ്ടെന്ന് പറഞ്ഞ് പറയുന്നു. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. തമിഴ്നാട് സർക്കാർ 5000 കിലോ സ്വർണം, ഭഗവാന്റെ ദേവസ്വത്തിൻ്റെ 5000 കിലോ സ്വർണം ഉരുക്കി. അപ്പോൾ നമ്മൾ സ്വർണം ഉരുക്കിയിട്ടില്ല, ഉരുക്കിയിട്ട് ഇവിടെ സ്വർണ്ണ ബാറുകളുണ്ടല്ലോ, അങ്ങനെയൊന്നുമല്ല. ഈ സ്വർണ്ണത്തിന് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ശബരിമലയിലെ വിഗ്രഹം എല്ലാം അടിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യം പോറ്റിയൊക്കെ പറയുക, 50 കിലോ സ്വർണ്ണമല്ലേ, ഞങ്ങൾ 50 കിലോ സ്വർണം മേടിച്ച് തരാം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീരുമോ? ഇല്ല. അവിടെ ഇരിക്കുന്ന ഡയറ്റിയുടെ വിഗ്രഹങ്ങൾ പരിപാവനമായ ആരാധനാ സങ്കല്പത്തിലുള്ള രൂപങ്ങളൊക്കെയാണ് പോയിരിക്കുന്നത്. അത് ഉരുക്കി സ്വർണ്ണമാക്കുക എന്ന് പറഞ്ഞാലോ? ഇതാണ് എത്രത്തോളം ഹിന്ദുക്കളെ ദ്രോഹിക്കാമോ അത്തരം കാര്യങ്ങളെല്ലാം തമിഴ്നാട്ടിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഹിന്ദുക്കൾക്ക് രക്ഷ നൽകാൻ ചില നീതിപീഠങ്ങളിൽ നീതിമാന്മാരായ ജഡ്ജിമാർ ബാക്കി ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും വലിയ ശുഭസൂചന. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ മാധ്യമങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുക, അതാ ഞാൻ പറയാൻ വന്നത്. ഞാനിപ്പോൾ ഏഷ്യാനെറ്റ് കണ്ടത്, ഏഷ്യാനെറ്റ് കണ്ടില്ല. കാരണം ഏഷ്യാനെറ്റിൽ ഈ വാർത്ത കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന അബ്ജോദ് വർഗീസ് വായിക്കേണ്ടി വരും. കാരണം അബ്ജോദ് വർഗീസ് 2 ആഴ്ച മുമ്പ് പോസ്റ്റ് ഇട്ടു, ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ സനാതന
മതം എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പകർച്ചവ്യാധിയുള്ള രോഗാണുക്കളെ കൊല്ലണം, ഈ ഹിന്ദുക്കളെ കൊല്ലണം എന്ന് പറഞ്ഞവനാണ് ഈ അബ്ജോദ് വർഗീസ് ഏഷ്യാനെറ്റിൽ. അതുകൊണ്ട് അബ്ജോദ് വർഗീസ് ഇരിക്കുമ്പോൾ ആ വാർത്ത ഏഷ്യാനെറ്റ് കൊടുക്കത്തില്ല. അപ്പോൾ നോക്കൂ, നമ്മുടെ അബ്ജോദ് വർഗീസ് ഉൾപ്പെടെ ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്? ഹിന്ദുക്കളെയൊക്കെ കൊന്നു കിട്ടിയാൽ ഞങ്ങൾക്ക് ഈ രാജ്യം ഞങ്ങളുടെ ഇഷ്ടത്തിന് ഭരിക്കാം. ഹിന്ദുക്കൾ ഈ രാജ്യത്ത് തുടരുന്നതാണ് ഇവിടുത്തെ അർബൻ നക്സലുകൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും ഒക്കെ വലിയ പ്രശ്നം. ഇവാഞ്ചലിസ്റ്റുകൾക്കുണ്ട്. ഉദയനിധി സ്റ്റാലിൻ ഇവാഞ്ചലിസ്റ്റാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഉദയനിധി സ്റ്റാലിൻ്റെ അമ്മ, സ്റ്റാലിൻ്റെ ഭാര്യ ഗുരുവായൂരമ്പലത്തിൽ വന്നിട്ടൊരു സ്വർണ്ണ കിരീടം കൊടുത്തായിരുന്നു. മകൻ ഈ കാണിക്കുന്ന പറപ്പ്, അപ്പനും മകനും പറയുന്ന ഹിന്ദു വിരുദ്ധത, ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കാനുള്ള നീക്കം ആ സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്തെത്തി ഈ പാപത്തിൽ നിന്നൊക്കെ എൻ്റെ മകനെയും എൻ്റെ കെട്ടിയോനെയും രക്ഷിച്ചേക്കണം, പ്രാർത്ഥിക്കാൻ മതി. എൻ്റെ സ്റ്റാലിൻ എന്തോ കാര്യമായ അസുഖം ഉണ്ടെന്നൊക്കെ കുറേ കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ചെക്കന് സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയൊക്കെ ആയ ആൾക്ക് ഒരു പക്വതയില്ല, പാകതയില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നോക്കൂ, സ്റ്റാലിൻ ഈ പറയുന്ന DMKയുടെ പ്രത്യയശാസ്ത്രമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിലും ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലണമെന്നൊന്നും സ്റ്റാലിൻ പറയില്ല. അത് രാഷ്ട്രീയ പക്വതയാണ്, രാഷ്ട്രീയ വിവേകമാണ്. ഇയാൾക്ക് കുറേ സിനിമയെടുത്ത് കുറേ സിനിമാടിമാരുടെ ചുറ്റും മരം ചുറ്റി പ്രേമം നടത്തുന്ന നായകനായി അഭിനയിച്ചുമൊക്കെയുള്ള പാരമ്പര്യം വെച്ചിട്ടാണല്ലോ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അല്ലാതെ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങി ജനങ്ങളുമായി ഇടപഴകി ജനങ്ങളുടെ മനോഗതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പാരമ്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉദയനിധി സ്റ്റാലിനൊക്കെ ഇങ്ങനെ പറയും. പിന്നെ രക്തത്തിൽ അലിഞ്ഞ് കിടപ്പുണ്ട് ഹിന്ദു വിരുദ്ധത. ഏതായാലും വേറെ കാര്യമുണ്ട്, തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, നമ്മുടെ ദിനകരൻ്റെ പാർട്ടിയില്ലേ, ശശികലയുടെ പാർട്ടി, AIADMKയുടെ മറ്റൊരു വിഭാഗം, അവർ NDA ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരും NDAയുടെ ഭാഗമാകുന്നു. AIADMK BJP സഖ്യത്തിലേക്ക് ദിനകരൻ്റെ പാർട്ടിയും വരുന്നു എന്നുള്ള വാർത്തയോടെ വരുന്നുണ്ട്. ഏതായാലും തമിഴ്നാട്ടിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ഹൈക്കോടതിയുടെ ഈ വിധി, നിർണായകമായ വിധി, ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറും. തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ തങ്ങളുടെ കാലൻ ആരാണെന്ന് തിരിച്ചറിയാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിന് അവരുടെ കണ്ണ് തുറപ്പിക്കാൻ ഒരുപക്ഷെ ഈ ചെന്നൈ ഹൈക്കോടതിയുടെ ഈ വിധി സഹായിച്ചേക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയൻ പറഞ്ഞതുപോലെ മലയാളത്തിലൊരു മാധ്യമവും ഇന്ന് രാവിലെ ഉണ്ടായ ഹൈക്കോടതി വിധി റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മളിത് ചെയ്യുന്നത് വരെ. ഇനിയിപ്പോൾ നമ്മുടെ ഈ വാർത്ത വന്നതിന് ശേഷം വരുമോ എന്ന് എനിക്കറിയില്ല. നമ്മളേതായാലും ചെയ്യുന്നത് വരെ ഈ വാർത്ത മലയാളത്തിലെ ഒരൊറ്റ ചാനലും വന്നിട്ടില്ല. അപ്പോൾ ഈ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മൂടി വെക്കുന്ന ഇത്തരം വാർത്തകൾ നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഏതായാലും ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ലൈവ് എന്നുള്ള ചാനൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം, സഹായം വേണം. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമല്ലോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. നമ്മുടെ ലോഗോയുടെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞ് വരും. അതിൽ വെറുതെ ഒന്ന് വിരലമർത്തിയാൽ മതി. എന്നിട്ട് തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ സഹായിക്കുക.